ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ന്യൂസ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ള പരീക്ഷയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഏപ്രിൽ 25-നാണ്. ഏപ്രിൽ 25-നാണ് ഈ ഒരു പരീക്ഷ വരുന്നത്. അപ്പോൾ ഇനി എത്ര ദിവസമുണ്ട്? ഇതിപ്പോൾ ജനുവരി 22-ആണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലേ? ഏകദേശം ഒരു 90 ദിവസം നമുക്കിനി മുന്നിലുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ നവംബറിൽ തന്നെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗത്തിൽ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 60 മുതൽ 75 ദിവസം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. നമുക്കിപ്പോൾ നിലവിൽ എക്സാം കലണ്ടർ വന്നില്ല അല്ലേ? അതുകൊണ്ട് കറക്റ്റ് സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ എക്സാം ഡേറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. അത് ഏപ്രിൽ 25-ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കൂടി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൂടിയാണ് ഞാനിനി പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ PSC തുളസി പ്രൊഫൈൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കൺഫർമേഷൻ എന്ന് കൊടുത്ത ഭാഗത്ത് ഒരു മെസ്സേജ് കാണാൻ വേണ്ടി പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ്സ്മാൻ എക്സാം അല്ലേ, 428/2023 ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ള പരീക്ഷ, അതാണ് നെയിം ഓഫ് ദി പോസ്റ്റ്. എക്സാമിനേഷൻ ഡേറ്റ് എപ്പോഴാണ് കണ്ടോ? 25/4/2024 തേഴ്സ്ഡേ കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ജില്ലയും താലൂക്കും നിങ്ങൾ അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടി നിങ്ങളിവിടെ അറിയിക്കുകയാണ്. സ്ട്രിക്ട്ലി warning. Strict warning. This confirmation is an undertaking to write the exam. If you are not sure of writing this examination, do not submit the confirmation. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡേറ്റിൽ ഈ ഒരു പരീക്ഷ നടക്കുന്നുണ്ട്, ആ ഡേറ്റിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും കൺഫർമേഷൻ കൊടുക്കരുത്. Remaining absent after exercising the option of confirmation will result in blocking of your profile. ഓക്കെ, അതായത് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ പരീക്ഷ എഴുതാതിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാൻ കാരണമാകും എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട്, വളരെ റെസ്പോൺസിബിളായിട്ട് ഇതിന് റിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഫെബ്രുവരി 10-ാം തീയതി വരെ കണ്ടോ, ഫെബ്രുവരി 10-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. ഈ പറയുന്നൊരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്നൊരു ഡേറ്റിന് നിങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ, നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കൺഫർമേഷൻ കൊടുക്കരുത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പരീക്ഷ നടക്കുന്നത് 25/4/2024 വ്യാഴാഴ്ചയാണ് അല്ലേ? അന്ന് തന്നെയാണ് 25/4/2024 വ്യാഴാഴ്ച തന്നെയാണ് ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 PWD ഓർ ഇറിഗേഷനിൽ നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 2 എക്സാമും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ PYQ സീരീസ് നമ്മുടെ ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലേ ലിസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ പറയുന്ന പരീക്ഷ ഒരു കോമൺ എക്സാമിന് നടക്കാൻ സാധ്യതയുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരുന്നു? രണ്ടിൻ്റെയും സിലബസ് ITI ലെവലായിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ സിലബസ് തന്നെ വരാനാണ് സാധ്യത കേട്ടോ. അതിൻ്റെ സിലബസ് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും നമ്മൾ ഫോളോ ചെയ്യുന്ന ട്രേഡ്സ്മാൻ്റെ ഒരു സിലബസ് ഉണ്ട്, അത് തന്നെ ആവാനാണ് സാധ്യത. ഈ പറയുന്ന രണ്ട് എക്സാമുകൾക്കും വേണ്ടിയിട്ട് അതേ സിലബസ് തന്നെ വരാനാണ് സാധ്യത. ഇനി ഇതൊരു കോമൺ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് ഒരു ഹൈ ലെവൽ വരാൻ വേണ്ടി സാധ്യതയുണ്ടോ? ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ പരീക്ഷ ITI ബേസ്ഡ് ആയിട്ട് തന്നെ ചോദിക്കാനാണ് സാധ്യത കേട്ടോ. ITI ബേസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു പരീക്ഷ ചോദിക്കാനാണ് കാരണം. ട്രേഡ്സ്മാൻ എക്സാം അല്ലേ, ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITI തന്നെയാണ്. ദെൻ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എന്ന് പറഞ്ഞ ഈ പറയുന്ന രണ്ട് എക്സാമുകളുടെയും ക്വാളിഫിക്കേഷൻ ITI എന്ന് തന്നെയാണ്. ദെൻ എപ്പോഴാണ് ഇതേപോലെയുള്ള കോമൺ എക്സാം വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒന്ന് ടഫ് ആവുക? നിങ്ങൾ കഴിഞ്ഞ ഒരു എക്സാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനും അതേപോലെ ഇലക്ട്രീഷ്യനും സെയിം പരീക്ഷ നടന്നു അല്ലേ? പക്ഷേ ഇലക്ട്രീഷ്യൻ്റെ സിലബസ് ആക്ച്വലി ITI ബേസ്ഡ് ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡിപ്ലോമ പ്ലസ് ആയിട്ടുള്ളൊരു ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ എക്സാം നടത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് എക്സാമുകൾ എന്ന് പറയുന്നത് എന്താ? ITI ബേസ്ഡ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ ലെവൽ മാറാൻ സാധ്യതയില്ല കേട്ടോ. ഇവിടെ ഒരു കോമൺ എക്സാം ആണെങ്കിൽ കൂടി അത് ITI ലെവലിൽ തന്നെ ചോദിക്കാനാണ് സാധ്യത.
ഒരു 80% നമുക്ക് ഷുവർട്ടി പറയാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏകദേശം നവംബറിലായിരുന്നു ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ നിർബന്ധമായിട്ടും നിമി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് അരിച്ചു പെറുക്കി പഠിക്കുക. അതിനുശേഷം നിമിയുടെ തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അതും കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസിനെ ഒന്ന് നോക്കിയിട്ട് പോവുക. വെറുതെ എക്സ്ട്രാ സിലബസിലേക്ക് പോകണ്ട, നിലവിലെ അതേ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി. പക്ഷേ എന്ത് ചെയ്യുക? ഒരു ഡിപ്ലോമ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ഡിപ്ലോമ ലെവൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക? യെസ്, ഇപ്പോൾ ഒരു ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ സബ് എഞ്ചിനീയർ അല്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? JB ഗുപ്തയുടെയോ ഇപ്പോൾ RK രജ്പുത്തിൻ്റെയോ YCT അങ്ങനെയുള്ള ബുക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. പല ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ദെൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് കിട്ടും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ, അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ കൂടി തരികയാണ്. 428/2023 അതാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പോസ്റ്റ്. അതിൻ്റെ സാലറി സ്കെയിലൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ 20,000-ൽ താഴെയായിരുന്നു അല്ലേ, 18,577. ഇത് ഇനിയും കുറയും കേട്ടോ. ഏകദേശം ഒരു 3,000 4,000 ആൾക്കാർ എന്തായാലും കുറയും. അപ്പം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു 15,000-ൽ താഴെ, ഒരു 12,000 മുതൽ 15,000 വരെയുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പോകുന്നുള്ളൂ കേട്ടോ. എഴുതാൻ വേണ്ടി നല്ല കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. യെസ്, കുറേ അധികം പേര് കൺഫർമേഷൻ കൊടുക്കാൻ സാധ്യതയില്ല. ഒരു 12,000 മുതൽ 15,000 വരെയുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കുകയുള്ളൂ. ദെൻ ഇതിൻ്റെ വേക്കൻസി എത്രയാണ്? നിലവിൽ 24 ഫ്രഷ് വേക്കൻസികൾ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വേറെ കോച്ചിങ് എടുക്കുന്നവരായാലും അല്ലെങ്കിൽ ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവർക്കായാലും അവർക്കൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ സീരീസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സപ്പോസ് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ദെൻ നിങ്ങളിനി ഇതുവരെ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോസ് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ധാരണ കിട്ടും എങ്ങനെ പഠിക്കണമെന്നും ഏത് പഠിക്കണമെന്നും ദെൻ ഏത് രീതിയിൽ പഠിക്കണമെന്നും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ കിട്ടും. ദെൻ എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയി ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് കണ്ടു നോക്കൂ. യെസ്, നിങ്ങൾ പഠിച്ച ട്രാക്ക് കറക്റ്റ് ആണോ, അതേപോലെ പഠിച്ച കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യുന്നൊരു വീഡിയോ സീരീസാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ യെസ്, അത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ട്രേഡ്സ്മാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.